ഓട്ടോ തൊഴിലാളികളെ, മറ്റ് തൊഴിലാളി സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ലോകത്ത് ഒരു ഗ്രന്ഥവും പറയാത്ത ഒരു സന്ദേശമാണ്, ഒരു സന്ദേശമാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഞങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. കാലത്തേക്ക് കുറിച്ച് 2025 വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രത്തിലെ കീറി കുറിച്ച് നിങ്ങളുടെയിലേക്ക്, നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന, സ്വർഗം ഇറങ്ങി തന്ന ആ വലിയ സന്ദേശം, ആ വലിയ സദ്വാർത്തയാണ് ഇവിടെ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സ്നേഹമുള്ളവരെ, ഇന്ന് ലോകത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. നമ്മൾ കാലത്ത് ഉണരുമ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് പറന്ന് വീഴുന്ന പത്രങ്ങൾ നമ്മൾ എടുത്ത് തുറന്നു നോക്കിയാൽ നമ്മൾ ആ പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ കണ്ട് നമ്മളെല്ലാവരും അസ്വസ്ഥരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ കയ്യിലിരിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മുടെ ജീവിതത്തിലെ അസ്വസ്ഥതകളാണ് ഉണ്ടാക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു തരത്തിലും സമാധാനമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. ധാർമ്മികമായ ചുതി, ആധ്യാത്മികമായ ചുതി ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണെന്നാണ് നമ്മൾ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ ഈ കേരളത്തിന്റെ അവസ്ഥ നമ്മൾ പത്രമാസികകളിലൂടെ നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം, ആകെ മൊത്തം നമ്മളെല്ലാവരും അസ്വസ്ഥരാണ്. പത്രമാസികൾ തുറന്നാൽ കൊള്ളയും കൊള്ളിവെട്ടും കാലുവാരലും അതുപോലെ കൊലപാതകവും അക്രമവും അസ്വസ്ഥതകളുമായുള്ള കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി നമ്മൾ ഓരോ ദിവസവും നട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്താണ് ഇതുകൊണ്ടുള്ള എന്ത് സ്വസ്ഥതയാണ് നമുക്കുള്ളത്? എവിടെയാണ് നമ്മുടെ ജീവിതത്തിന് സ്വസ്ഥതയുണ്ട്? എവിടെയുണ്ട് നമ്മുടെ സ്വസ്ഥത? അങ്ങനെ സ്വസ്ഥത ഇല്ലാത്ത ഒരു ലോകത്ത് നമ്മൾ ആയിരിക്കുകയാണ്. പ്രിയപ്പെട്ടത്, ഇതിൽ നിന്നെല്ലാം ഒരു വിടുതൽ വേണ്ടേ? ഇതിൽ നിന്നെല്ലാം ഒരു മോചനം വേണ്ടേ? എപ്പോൾ നമുക്കിത് ലഭിക്കും? എവിടെ ലഭിക്കും എന്ന് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചിന്തിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. മലകൾ കയറി ഉറങ്ങുന്നു, മലകളുടെ താഴ്വാരങ്ങൾ